ആ അമ്മേ. ആ മോളെ, വിഷ്ണു അവിടെ ഉണ്ടോ? ഇല്ലമ്മേ. ഇതുവരെ ശാലിനിയും വന്നിട്ടില്ല, വിഷ്ണുവും വന്നിട്ടില്ല. ഞാൻ ഇവിടെ നിന്ന് തീ തിന്നുക. വിഷ്ണുവേട്ടൻ പപ്പിയും കൊണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയിട്ട് ഇതുവരെ വന്നില്ലമ്മേ. ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഡീ, വിഷ്ണുവേട്ടനെ ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുക പോലും ചെയ്യുന്നില്ല. പപ്പി മോളും കൂടെ ഉള്ളതല്ലേ. എന്താ പറ്റിയെന്ന് പോലും അറിയാൻ പാടില്ല. ഡീ, പപ്പി ഇവിടെ ഉണ്ട്. പപ്പിയെ വിഷ്ണു ഇവിടെ പകലുകൊണ്ടോന്ന് ആക്കിയതാ. സമാധാനായി. എന്റെ ഉയിര് മുകളിലായിരുന്നമ്മേ. മോളവിടെ ഉണ്ടല്ലോ. അല്ലമ്മേ, കുഞ്ഞേച്ചി എന്താ ഇത്രയും വരാൻ വൈകുന്നേ? ഇത്രയും സമയമായല്ലോ. ഹലോ മോളെ. ആരെ ഫോണില്? എന്ത് സമാധാനമായിന്നാ നീ പറയുന്നത്? സത്യമേ, പപ്പി അമ്മയുടെ അടുത്തുണ്ട്. വിഷ്ണുവേട്ടൻ പപ്പി അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. അതെന്തിനാ? ഇവിടെ നിൽക്കേണ്ട കുട്ടിയെ വിളിച്ചെന്തിനാ അവൻ അവിടെ കൊണ്ടാക്കിയത്? അമ്മേ, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. വിഷ്ണുവേട്ടൻ പപ്പിയെ പകല അവിടെ കൊണ്ടാക്കിയത്. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും എന്തിനാ അവിടെ കൊണ്ടുവന്നാക്കിയതെന്നാ ഞാൻ ചോദിച്ചത്. പറയടി, എന്തിനാ? അതെനിക്കറിയില്ല സത്യമ്മ. പിന്നെ നിനക്ക് എന്തറിയാം? സ്വന്തം മോളെ ഇത്ര നേരം കാണാതായിട്ടും നീ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചോ? എന്തിന്? നിന്റെ വീട്ടിലേക്ക് തന്നെ വിളിച്ചിരുന്നെങ്കിൽ മോൾ അവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. അതും ചെയ്തല്ലോ. പപ്പി പോയത് മറ്റാരുടെയും കൂടെ അല്ലല്ലോ സത്യമ്മേ, വിഷ്ണുവേട്ടന്റെ കൂടെ അല്ലേ. അതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നേ. ഇനി നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോന്ന്?